ഹായ് ഗായ്സ്. അപ്പോൾ അങ്ങനെ നരിവേട്ട കണ്ട് വന്നിട്ടുണ്ടായുള്ളൂ. രണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, രണ്ടും കണ്ട്. നരിവേട്ടനെ കുറിച്ച് ആദ്യം പറയാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലം പടം. എനിക്ക് ഒന്നാമത് പോലീസ് പടം എന്ന് പറയുമ്പോൾ ഇല്ലേ, പോയി കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതായത് ട്രെയിലറൊക്കെ ഇട്ട് നമ്മുടെ മലയാള സിനിമത്തെ പോലീസ് സിനിമയും തമിഴ് പോലീസ് സിനിമയൊക്കെ എങ്ങനെ പോയാലും ഞാൻ കാണും. കാരണം പണ്ട് തൊട്ടേ തമിഴ് സിനിമ, അതായത് പോലീസ് സിനിമ എന്ന് പറയുമ്പോൾ പോലീസ് ആവണമെന്നൊരു മോഹം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ മിക്ക പോലീസിനുണ്ടോ. ഒന്നാമത് സുരേഷ് ഗോപിയുടെ പടങ്ങൾ, മോഹൻലാലിൻ്റെ, അതുപോലെ തന്നെ സൂര്യയുടെ കാക്ക, സിംഗം, അവരൊക്കെ അഭിനയിച്ച കാരണം നമ്മൾ പോലീസ് ആവണം എന്നൊരു മോഹമായിരിക്കും. ഇപ്പം നേരെ തല തിരിച്ചാണ്. ഇപ്പോൾ ഒരു പോലീസ് സിനിമ ഉണ്ട് അങ്ങനെ ആവരുതെന്നാണ് തോന്നുന്നത്. കാരണം പോലീസിന് അതേ സ്വഭാവം, ഒരു കറക്റ്റ് ആ സ്വഭാവം എടുത്ത് കാണിച്ച് ഇറക്കാണിപ്പോൾ. അത് ആ ഒരു മേക്കിംഗ് ഒക്കെ ഒരു നമുക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനാണെന്നൊരു ഇത് തോന്നിക്കുന്ന രീതിയിൽ പറക്കണം മിക്ക സിനിമ. ഏതാണ് നായാട്ട്, അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, പിന്നെ ഏതാണ് അങ്ങനെ കുറേ പണ്ടുണ്ട് തന്നെ. അങ്ങനെ പറഞ്ഞിട്ട് കുറേ സിനിമകളുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഒന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ ഒരു സിനിമകളൊക്കെ ഭയങ്കര മടുപ്പാണെങ്കിലും, അതായത് അങ്ങനത്തെ ടൈപ്പ് ചിലർക്ക് രണ്ടാമത് കാണാൻ തോന്നിക്കില്ല. പക്ഷെ ഞാനിരുന്ന് കാണാറുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ് നരിവേട്ട. അതായത് ആ ഒരു പോലീസിൻ്റെ സ്വഭാവം, സുരാജിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ക്യാരക്ടർ, ആ ഒരു ഇത്. ടോവിനോനൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങേരെ ഓരോ സിനിമ എടുക്കും തോറും വെറൈറ്റി പടങ്ങൾ പുള്ളി എടുക്കണം. ഒന്നും ഒരേ ടൈപ്പ് എടുത്ത് വയ്ക്കില്ല പുള്ളി. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സിനിമ ചിലപ്പോൾ സ്ലോപ്പായി പോകും. സ്ലോപ്പായി പോയാലും പുള്ളി എടുത്തത് വേറെ ടൈപ്പ് പടങ്ങൾ എടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഈ ഒരു സിനിമ വെച്ചാൽ ഇത് കിടിലം പടമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ, അത് പോലീസ് ടൈപ്പ് പടങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് അവർ സ്വഭാവം, ഇത് ആ ഒരു ആദിവാസി ആ ഒരു ഇതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിനിടയിൽ നടക്കുന്ന സംഭവമാണ് ഒരു പോലീസുകാരൻ്റെ, അതൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെ തപ്പി നടന്ന അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളാണ്. അത് കാണണം നിങ്ങൾ തിയേറ്ററിൽ പോയി. അതായത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് അത് തുടക്കം തുടങ്ങി അവസാനം വരെ, തുടക്കമൊക്കെ നല്ല സുഖമായിട്ട്, പിന്നെ അങ്ങനെയൊക്കെ ഒരു കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു ട്രാക്കൊക്കെ മാറി, പിന്നെ ബാക്കിന് സ്കോറിൻ്റെ ഒക്കെ ഒരു ഇതില്ലേ, അതൊക്കെ എടുത്ത് പറയേണ്ട സാധനമാണ്. എൻ്റെ ദൈവം, ക്യാമറ വർക്കിംഗ്, ഇവരൊക്കെ എത്രയും ക്യാമറ വർക്കിംഗ്, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം, അതായത് മ്യൂസിക് ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ പോണൊരു സിനിമ. അതായത് ഇങ്ങനത്തെ സിനിമകൾക്ക് ഇങ്ങനെ കുറവായിക്കൊന്നല്ല ഉണ്ടാവും, എന്നാലും മൊത്തം കൂടി ആകുമ്പോഴേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ലാഗെന്ന സാധനം, എനിക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ലാഗൊന്നും അങ്ങനെ സ്ഥലത്ത് അടിക്കുന്നില്ല. ലാഗ് അടിക്കാറൊക്കെയാണ്, പക്ഷേ ഇതൊന്നും എനിക്ക് ലാഗെന്ന് തോന്നിച്ചില്ല. ഇങ്ങനെ ഇരുന്ന് കണ്ട് പോയി. നിങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് ശരിക്കും റിവ്യൂ ഒന്നും കേൾക്കേണ്ട. ഒരു സിനിമ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു സിനിമ ട്രെയിലർ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് അറിയാൻ പറ്റും നല്ലതാണോ ഇല്ലയെന്ന്. എനിക്ക് ഈ നരിവേട്ട കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് സംഭവം നല്ല രസമുണ്ടാവും. ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കാണണമെന്ന്. നിങ്ങൾ നേരെ തിയേറ്ററിലേക്ക് പോയി കാണാം. കിടിലം പടമാണ്. വെറുതെ ഓരോരുത്തരെയും ചോദിച്ചു വെച്ചപ്പോൾ അവർ ഇത് പറയാം ഇതൊക്കെ പറയാം. അതിനേക്കാൾ അത് നമ്മൾ ശരിക്കും ഒരു സിനിമ നമ്മൾ പോയി കാണാം. കണ്ട് ഒരു അഭിപ്രായം ഒന്നും കേൾക്കാണ്ട് പോയി കാണുമ്പോൾ കിട്ടേണ്ട ഒരു അനുഭവമില്ല. എനിക്ക് കുറേ തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ റിവ്യൂ പറയുന്ന കാരണമാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പോയി കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ പതുക്കെ ഇങ്ങനെ കാണുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ട്രെയിലർ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ പോയി കാണാം. ചിലതൊക്കെ മൂഞ്ചും, ചിലത് വിചാരിച്ചങ്ങനെ അടിപൊളിയായിരിക്കും, ചിലത് ആവറേജ് ആയിരിക്കും. അതൊക്കെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി കാണാം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മിസ് ചെയ്യരുത്, പോയി കാണാൻ. നിങ്ങൾക്ക് എങ്ങനെ പോയാലും സിനിമ ഇഷ്ടപ്പെടും. ആ കൊടുത്ത് കാശിനുള്ള സാധനമൊക്കെ ഇല്ല, അതൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ ബൈ.